വാകകളാവാം. പക്ഷേ നാളെ ഒരു മഴ പെയ്താൽ കാട് മാറുന്നു. കാട് മുടിയഴിച്ച് അണിമലർ കുല പൊഴിച്ച് നൃത്തമാടുന്നത് നിങ്ങൾക്ക് കാണാം. കാട്ടിലെ അരുവികൾ എന്താ ചെയ്യുന്നത്? വളരെയേറെ സ്നിഗ്ധമുദ്രമായിട്ട് ഒഴുകിപ്പരക്കുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങനെ? കാറ്റിനാൽ കുന്തളം ചീകിച്ചിരിച്ചങ്ങ് കാട്ടിലെ സുന്ദരി പാഞ്ഞു പോയാൾ എന്ന് പറയുന്ന രീതിയിലാണ് കാട്ടിൽ കളകളാരവും പൊഴിച്ചുകൊണ്ട് അരുവികൾ ഒഴുകുന്നത് കാണുക. ഉഷ്ണകാലമാകുമ്പോൾ മാറുന്നു. ഈ കളകളാരവും പൊഴിച്ചുകൊണ്ട് ഒഴുകിയ അരുവി പാവാടത്തുമ്പൊരു തെല്ലുമിളകാതെ പനിനീർ പൂവിൻ നിറമിയലും ഇരുവാലരികിൽ വെച്ചും മെല്ലെ മെല്ലെ ഒഴുകുന്നതാണ് കാണുക. അങ്ങനെ ഓരോ ഭാവവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ചൂളക്കാക്കയുടെ പാട്ടാണ് കേൾക്കുകയെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുക വേഴാമ്പലിൻ്റെ ശബ്ദമാവും, നാളെ നിങ്ങൾ മയിലിൻ്റെ ശബ്ദമാവും. അങ്ങനെ മാറി മാറി വരുന്ന അനുക്ഷണ വികസനമായ നന്മയുടെ ഒരു ലോകമാണ് കാട്. ഹരിതാഭയുടെ, സ്വച്ഛന്തയുടെ, തണലിൻ്റെ, തണുപ്പിൻ്റെ, ആർദ്രതയുടെ ഒരു ലോകം. ആ ലോകം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും കാട്ടിൽ പോകണം. ഈ നഗരകാന്താരങ്ങളിൽ കഴിയുന്ന നിങ്ങൾ, വലിയ അമ്പരചുംബികളായ കെട്ടിട സമുച്ചയങ്ങൾ, എന്നും വിശപ്പുക വമിക്കുന്ന അന്തരീക്ഷം, ആളും ആരവും നിറഞ്ഞ നഗരവീഥികൾ, അവിടം വിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കാട്ടിലേക്ക് പോകണം. വനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ആ ബോധം നമുക്ക് പലപ്പോഴായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണിന്ന്. നിങ്ങൾക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ച് അറിയാം. ആ പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്ന് നിതരാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വയോവൃദ്ധനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആരാണ്? മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, പേരാറ്റുനീരായ ചെമ്പിച്ച വൈകളെ ആവോളമാട്ടിത്തൊളിച്ചുകൊണ്ട് വരുന്നു തമിഴ്നാടെന്ന് മേഘങ്ങൾ. ആ മേഘങ്ങളെ തടഞ്ഞു നിർത്തി നമുക്ക് മഴ തരുന്ന, നമുക്ക് കുളി തരുന്ന, നമുക്ക് ഹരിത സ്വച്ഛന്തത തരുന്ന പർവ്വത ശൃംഖങ്ങൾ. പക്ഷേ അദ്ദേഹം പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ അതിനു പകരം കസ്തൂരി രംഗന് കേട്ടു. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, വയനാട്ടിലെ ഒരു ജനപഥമാകെ പെരുവെള്ളക്കുത്തിലൊലിച്ചു പോവുകയായിരുന്നു. അത് കണ്ണീരണിഞ്ഞ് നിശബ്ദരായിട്ടാണ് നാം കണ്ടിരുന്നത്. ഒരു ജനപഥമാകെ ഒലിച്ചൂർന്നു പോയൊരവസ്ഥ. അതിനൊരൊറ്റ കാരണം നമ്മുടെ ആസൂത്രണത്തിലെ വൈകല്യമാണ്. ഇതെല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പം നിങ്ങൾ ബ്രസീലിലേക്ക് പോവുക, കേരളത്തിൻ്റെ 3/4 ഭാഗം വരുന്ന ഒരു വനഭൂമി. അതേതാണ് സ്ഥലം? ആമസോൺ കാടുകൾ. ആമസോൺ കാടുകൾ കത്തിയെരിഞ്ഞു പോയി. കേരളത്തിൻ്റെ